പ്രകൃതി മനോഹരമായ റെയിൽപാതയാണ് നിലമ്പൂര് ഷൊർണൂർ. ബ്രിട്ടീഷുകാരുടെ നിർമ്മാണ വൈദഗ്ധ്യമാണ് ഇതിനെ വേറിട്ടതാക്കുന്നത്. ഇവിടെ ബ്രിട്ടീഷുകാർ പോലും തുറക്കാത്തൊരു പാറയുണ്ട് മലപ്പുറം വാണിയമ്പലത്ത്. പാറയിലെ ജലസാന്നിധ്യം തിരിച്ചറിഞ്ഞ സായിപ്പുമാർ റെയിൽവേ പാത പാറയെ ചുറ്റിയാണ് നിർമ്മിച്ചത്. കാണാം വാണിയമ്പലം പാറയും പാറയിലെ അമ്പലവും, അമ്പലത്തിനടുത്തുള്ള വേനലിലും പറ്റാത്ത കുളവും കിണറും. വാണിയമ്പലം പാറയും പാറയ്ക്ക് മുകളിലെ ത്രിപുരസുന്ദരി ദേവീക്ഷേത്രവുമെല്ലാം വിശ്വാസികളെയും വിശ്വാസമില്ലാത്ത സഞ്ചാരികളെയും ഒരേപോലെ ആകർഷിക്കും. പാറയ്ക്ക് മുകളിൽ നിന്ന് നോക്കിയാൽ അങ്ങ് ദൂരെ പച്ച പുതച്ചു കിടക്കുന്ന നിലമ്പൂർ കാടുകളും സൈലന്റ് വാലിയുടെ ഭാഗമായ വനങ്ങളും കാണാം. സദാ വീശിയടിക്കുന്ന കാറ്റ് ചൂടിന് ആശ്വാസമേകും. പാറയ്ക്ക് മുകളിലെ ത്രിപുരസുന്ദരി ക്ഷേത്രത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട്. ഏതു വേനലിലും വറ്റാത്ത കുളവും കിണറുമാണ് ഇവിടുത്തെ വിസ്മയം. ഇതിനു പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ഇവിടുത്തെ ശാന്തിക്കാരൻ ഇവിടെ വെള്ളം കിട്ടാതെ ഉള്ള സമയത്ത് നേദ്യം അടുപ്പിൽ വെച്ച് വെള്ളം തികയാതെ വന്നപ്പോൾ താഴെ പോയി വെള്ളം കൊണ്ടുവരുന്ന സമയത്ത് ആ സമയം കൊണ്ട് ഇവിടെ വെച്ചിരുന്ന നൈവേദ്യം കരിഞ്ഞ് പോവുകയും അദ്ദേഹം ദേവിയെ വിളിച്ചുകൊണ്ട് ഈ ദേഷ്യത്തോടു കൂടിയിട്ട് അതെടുത്ത് പുറത്തേക്ക് എറിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. ആ ഉരുളിയും ചട്ടുകവും പുറത്തേക്ക് എറിഞ്ഞപ്പോൾ ഉരുളി വീണ സ്ഥലത്ത് കിണറായി മാറുകയും ചട്ടുകം വീണ സ്ഥലത്ത് ചട്ടുകത്തിന്റെ പോലെ തന്നെ ഒരു കുളമായിട്ട് മാറുകയും ചെയ്തു. പാറയെ ചുറ്റിയാണ് ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാത. പാതയുടെ നിർമ്മാണ സമയത്ത് ബ്രിട്ടീഷുകാരാണ് ഈ പാറയിലെ ജലസാന്നിധ്യം മനസ്സിലാക്കിയത്. പാറ പൊട്ടിക്കുന്നത് അപകടമാകുമെന്ന് കണ്ട് അവർ പാറയുടെ ഒരു വശത്തിലൂടെ റെയിൽപാത നിർമ്മിച്ചു. വാണിയമ്പലത്ത് നേരെ നിലമ്പൂരിലേക്ക് പോകുന്ന റെയിൽവേയാണ്. പക്ഷെ ഈ പാറ പൊട്ടിച്ചാൽ ഈ പാറയ്ക്കുള്ളിൽ നിറയെ വെള്ളമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പാറ പൊട്ടിക്കാൻ പറ്റില്ല എന്നുള്ള അന്നത്തെ ധാരാളം സയന്റിസ്റ്റുകളൊക്കെ വന്നിട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ റെയില് വളച്ചു പോയത് എന്നുള്ള. വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ ആളുകളുടെ വരവ് ക്ഷേത്രത്തിന്റെ സുരക്ഷയെ ബാധിക്കാൻ തുടങ്ങിയതോടെ ഇപ്പോൾ രാവിലെയും വൈകുന്നേരവും നിശ്ചിത സമയം വരെയേ ഇവിടേക്ക് പ്രവേശനം അനുവദിക്കുന്നുള്ളൂ. വിനോദസഞ്ചാര കേന്ദ്രമായതുകൊണ്ട് ധാരാളം ആളുകൾ ഇവിടെ വന്ന് രാത്രി അസ്തമയ സൂര്യനൊക്കെ തികച്ച് ശരിക്കും കാണാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ വളരെ പ്രകൃതി ഭംഗി കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. പക്ഷേ ചില സാമൂഹ്യ വിരുദ്ധർ നമുക്ക് ക്ഷേത്രത്തിനെതിരെയും ക്ഷേത്രത്തിലൊക്കെ അശുദ്ധിയൊക്കെ ആക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങളിപ്പോൾ ചെറിയൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ വൈകുന്നേരം 5:30 മുതൽ ഗേറ്റ് തുറക്കും. 7 മണി വരെയാണ് ഇപ്പോൾ നമ്മുടെ സമയം. അത് മറ്റു സാമൂഹ്യ വിരുദ്ധരുടെ പ്രശ്നങ്ങൾ കൊണ്ട് ഇപ്പോൾ അങ്ങനെ വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നവീകരണ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇവിടെ പൂർണ്ണമായും കൃഷ്ണശിലയിലാണ് ഇനി ഇവിടെ ശ്രീകോവിലടക്കം നിർമ്മിക്കുന്നത്. ഏറെ വൈകാതെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ശ്രമം. തികച്ചും കൃഷ്ണശിലയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള കല്ലുകൾ എത്തി അതിന്റെ ശില്പികൾ വന്ന് കല്ലിന്റെ എല്ലാ വർക്കുകളും തീർന്നിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ഈ ക്ഷേത്രം പൊളിച്ചു മാറ്റുന്നതോടൊപ്പം തന്നെ നമ്മൾ കൃഷ്ണശിലയിൽ നിർമ്മിക്കുന്ന ഒരു ക്ഷേത്രം ഇവിടെ ഉയരും. ഷൊർണൂർ നിലമ്പൂർ ട്രെയിനിൽ വന്ന് വാണിയമ്പലത്തിറങ്ങുക. റെയിൽവേ സ്റ്റേഷന് ഏതാനും കിലോമീറ്റർ അകലെയാണ് പാറ. ക്ഷേത്രത്തിന് തൊട്ടു താഴെ വരെ വാഹനങ്ങളെത്തും. വിശ്വാസികൾക്ക് ക്ഷേത്ര ദർശനം നടത്താം. വിശ്വാസമില്ലാത്തവർക്ക് പ്രകൃതിയെ ആസ്വദിക്കാം. വാണിയമ്പലം പാറ ഒരിക്കലെങ്കിലും വരേണ്ട ഇടങ്ങളിലൊന്നാണ്. അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, News 18.